നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് ബ്ലൗസ് സ്പെഷ്യൽ വീഡിയോ. സൺഡേസിൽ യൂഷ്വലി നമുക്ക് വീഡിയോ ഇല്ലാത്തതാണ്. ഇന്ന് ബ്ലൗസ് സ്പെഷ്യൽ ആയതുകൊണ്ട് സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്യുന്ന കേട്ടോ. ബ്ലൗസിനെ പറ്റി പറഞ്ഞാൽ റെഡിമെയ്ഡ് ബ്ലൗസാണ്, സ്കിൻ ഫിറ്റ് ബ്ലൗസാണ്. ഇതിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഒരു XXL സൈസ് കുർത്തി സൈസ് വരെയുള്ളവർ ഇത് ആകെ ഈ ഒരൊറ്റ സൈസിലെ ബ്ലൗസ് ഉള്ളൂ. ഞാൻ പിന്നെയും പറയാം, കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ട് മീഡിയം 36 വേണം 38 വേണം അങ്ങനല്ല, ഈ ഒരൊറ്റ സൈസ് ബ്ലൗസേ ഉള്ളൂ. നിങ്ങൾക്ക് 30 സൈസ് തൊട്ട്, അതായത് മീഡിയം സൈസ് തൊട്ട് 38 തൊട്ട് 44 വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഈ ബ്ലൗസ് ഇടാം. അപ്പോൾ 38 സൈസുള്ള ആൾ 44 സൈസുള്ള ബ്ലൗസ് ചേരുമോ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. 44 സൈസ് ഇത് സ്കിൻ ഫിറ്റ് ആണ്, നമ്മുടെ ഇതിനനുസരിച്ചാകും. ഇനി ഇച്ചിരി ലൂസ് ഉണ്ടെങ്കിൽ സൈഡിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേച്ചാൽ മതി, സൈഡിലൊന്ന് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് 44 സൈസ് ആണെങ്കിലും നിങ്ങളുടെ കൈക്കൊക്കെ ഒത്തിരി വണ്ണം കൂടുതലാണ്, നിങ്ങൾക്ക് ഇങ്ങനെ എന്നാ പറഞ്ഞേ ഒരു ജിം ഷേപ്പിലുള്ള ബോഡിയാണ്, ചെസ്റ്റ് സൈസ് കൂടുതലാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കരുത്. നിങ്ങളുടെ സൈസിനെ കഴിഞ്ഞ് എപ്പോഴും ഒരു കൂടിയ സൈസ് എടുക്കുക. അതായത് 38 സൈസുള്ള ആൾ 40 സൈസിൻ്റെ എപ്പോഴും ഇതേ ഉള്ളൂ. 38 സൈസ്, നിങ്ങളുടെ സൈസ് 44 ആണെങ്കിൽ വരെ എടുക്കാം. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഞാൻ തന്നെ എന്തൊക്കെയോ ആയിപ്പോയി. കാരണം എല്ലാ ആഴ്ചയിലും ഇത് കത്തിയിലല്ലേ, കേട്ട് മടുക്കും. ഈ ഒരൊറ്റ സൈസ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രീ സൈസാണ് ബ്ലൗസ്. പക്ഷേ ഇത് 30 സൈസ് തൊട്ട് 44 സൈസ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അത്രയേ ഉള്ളൂ കഥ. ഞാൻ XXLന്റെ കഥ പറയുമ്പോൾ നിങ്ങൾ ഓർക്കരുത് XXLകാർക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് അല്ല. സ്കിൻ ഫിറ്റാണ്. ഇത് കണ്ടോ, എൻ്റെ സൈസ് 40 ഇപ്പം. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന സൈസ് ബ്ലൗസ് 44. പക്ഷേ എനിക്ക് കറക്റ്റായിട്ടല്ല ഇത് നിൽക്കുന്നത്. ഇത് സ്കിന്നിനനുസരിച്ച് ഇത് സ്ട്രെച്ചായി ഇങ്ങനെ വരും. എന്നും കൊണ്ട് അതിനൊരു പരിധിയുണ്ട്. ചുമ്മാ അങ്ങ് വരാൻ ഇത് ബലൂൺ അല്ലല്ലോ കേട്ടോ. ഇതാണ് ബ്ലൗസ്. നല്ല രസമാണ്, നല്ല പ്യുവർ വൈറ്റ് കൂടെ സിൽവർ അല്ലേ ഇത്? സിൽവർ ഡിസൈനാണ് പോയിരിക്കുന്നത്. ഇനിയിപ്പം ഫെസ്റ്റിവൽ സീസണൊക്കെയാണ് വരുന്നത്. റമദാൻ വരുന്നു, വിഷു വരുന്നു, ഈസ്റ്റർ വരുന്നു, എല്ലാം വരുമ്പോൾ ഇടാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. വിമൻസ് ഡേ വരുന്നു. വിമൻസ് ഡേക്ക് എൻ്റെ പെൺപിള്ളേർ ഇവിടെ പ്ലെയിൻ സാരിയോ എന്തൊക്കെയോ കലാപരിപാടികളൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാം കൂടി വേണ്ടി വന്ന് ഡാൻസ് ഒക്കെ കളിച്ചു കളിക്കും. അപ്പം ഇതാണ് ബ്ലൗസ്. നല്ല വൈറ്റാണ്, വൈറ്റേ കൂടെ സിൽവർ, നല്ല ഗ്രാൻഡ് ബ്ലൗസാണ്. അടുത്തത് പർപ്പിൾ. ഇതിങ്ങനാണ് ബ്ലൗസ്. ഇതിന്റെ ഫ്രണ്ട് ബാക്കാണ് ഈ കാണുന്നത്. ബാക്ക് നെക്ക് ഇങ്ങനെ വരും, ഫ്രണ്ട് നെക്ക് പ്രിൻസസ് കട്ട് വന്നിട്ട് ഇതിന് ഓപ്പണിംഗ് ഒന്നും ഇല്ല. ഇതൊക്കെ എപ്പോഴും പറയുന്നേ, എല്ലാം കഴിഞ്ഞ ഞായറാഴ്ചത്തെ ബ്ലൗസ് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. ഇതെന്നാക്കും ഈ കഥകളെല്ലാം പറയുന്നത്. പർപ്പിൾ, നല്ല ഡാർക്ക് പർപ്പിൾ. വിഷുവിനൊക്കെ നല്ല ഇതായിട്ട് എന്നാ പറയുന്നത്, റംദാനൊക്കെ ഒരുങ്ങാനൊക്കെ ആയിട്ട് നല്ല എടുത്തു. കല്യാണങ്ങളൊക്കെ അത് കഴിയുമ്പോൾ അങ്ങോട്ട് വരത്തില്ലേ. ഇപ്പം നോയമ്പ് തുടങ്ങും, മാർച്ച് ആദ്യം ആകുമ്പോൾ നോയമ്പ് തുടങ്ങും എല്ലാവർക്കും അല്ലേ. അത് കഴിയുമ്പോഴത്തേനും പണ്ടൊക്കെ എങ്ങനെയാണ് തലേദിവസം പേടി, ഇപ്പം അങ്ങനെയൊന്നും അല്ല. നോയമ്പ് തുടങ്ങുമ്പോഴേ നോയമ്പ് വീടലിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും അല്ലേ. അപ്പോൾ ഇപ്പോഴേ വാങ്ങിച്ചു വെച്ചോ. നമ്മൾ അന്നേരം ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. തുച്ഛമായ റേറ്റൊക്കെ അല്ലേ ഉള്ളൂ. ഇത് ഇങ്ങനെ പ്രിൻസസ് കട്ടാണ്. ഈ ലൈറ്റ് ഷെയ്ഡെ കാണിച്ചാലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഇത് കണ്ട്, ഇതൊരു ഒനിയൻ ഷെയ്ഡാണ്. നല്ല ഗ്രാൻഡ് ബ്ലൗസ് അല്ലേ, നല്ല എന്നാ പറയുന്നത്, നല്ല പാർട്ടി വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇടും. ഒരു ഒനിയൻ ഷെയ്ഡ് കേട്ടോ. പിന്നെ ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല. ഇതിൽ ആരാണ്ട് പറയുന്നതായിട്ട് കയ്യും കയറ്റി കാണിക്കില്ല. എന്ത് പറഞ്ഞാലും കാണിക്കും. മൊത്തമായിട്ട് ബ്ലൗസ് കാണിക്കും. എനിക്ക് വേണ്ടപ്പാ, അങ്ങനെ കച്ചവടം ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇങ്ങനെ വാങ്ങിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവർ വാങ്ങിച്ചോളൂ. അത് മൊത്തത്തിൽ ഇട്ട് കാണിക്കാനൊക്കെ പറയുന്നത് കേട്ടോ. അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. കാണിക്കാൻ പറ്റുന്നവർ കാണിച്ചോട്ടെ, എനിക്ക് പറ്റൂല, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ നല്ല കംഫർട്ടാണ് ഈ ബ്ലൗസ്. ഞാൻ ഇത് എടുത്തു വെച്ചതല്ല, ഞാൻ ഇതുവരെ ഇട്ടില്ല. ഇനി വിമൻസ് ഡേ ഒന്ന് വേണം ഒന്ന് ഇടാനൊക്കെ വിചാരിക്കുന്നു, അറിയില്ല. റെഡിൽ ആ ഒരു സിൽവർ വരുമ്പോൾ എന്നാ രസം നോക്ക്. ഇതിന്റെ മോഡൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ബ്ലൗസ് ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ. നേരത്തെ റീസ്റ്റോക്ക് അല്ല ഇത് പുതിയ മോഡൽ നേരത്തെ വന്നതുമായിട്ട് ഈ ഡിസൈനിലുള്ള വ്യത്യാസമുള്ളൂ കേട്ടോ. നേരത്തെ കുറച്ച് വ്യത്യാസമുള്ള ഡിസൈനാണ്. ഇതിപ്പോൾ ഒരുമാതിരി മുന്തിരി പള്ളികൾ പോകുന്ന പോലെ നല്ല ഭംഗിയായിട്ട് എന്നാ രസമല്ലേ. നിങ്ങൾ നോക്കി, ഇത്രയും പെർഫെക്റ്റ് ഫിറ്റായിട്ട് നമ്മൾ ബ്ലൗസ് തയ്ച്ചാൽ കിട്ടുമോ? നമ്മൾ ബ്ലൗസ് എന്തായാലും അളവെടുത്ത് തയ്പ്പിച്ചാൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കൈയൊക്കെ ഇരിക്കുമോ? ഇരിക്കില്ല, ഉറപ്പായിട്ട് ഇരിക്കില്ല. ഞാനും അതുകൊണ്ടാണ് സത്യം പറയും ഇതിൻ്റെ ഒരു ആരാധികയായിട്ട് മാറിയത്. ബോട്ടിൽ ഗ്രീൻ
ഇഷ്ടമുള്ളവർ മാത്രം എടുത്തേച്ചാൽ മതി. ഞാൻ ഒരിക്കലും ആരെയും എടുക്കാൻ നിർബന്ധിക്കും. നിങ്ങൾക്ക് നല്ല ഷുവർട്ടി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം പരീക്ഷണാർത്ഥോ ഇഷ്ടാർത്ഥോ എന്തോ എടുത്തോ. എനിക്കിത് ഇങ്ങനെ കാണിച്ച് ഇത്രേ അറിയുള്ളൂ, ഇത്രേ പറയാൻ അറിയുള്ളൂ. എനിക്ക് എന്താ പറയുന്നത്, എനിക്കിതിൻ്റെ പരസ്യം എന്ന് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റിയാണ്. വാ കൊണ്ട് ആൾക്കാർ പറഞ്ഞും കേട്ടും ആൾക്കാർ ധാരാളമായിട്ട് ഇത് വാങ്ങിക്കാനുള്ളവരുണ്ട്. അതുമാത്രമേ എനിക്ക് ഇതിനകത്ത് ഗ്യാരണ്ടി എന്ന് പറയാനുള്ളതുള്ളൂ. ഇത് വാങ്ങിച്ച ആൾക്കാരാണ് എൻ്റെ ഗ്യാരണ്ടി. ഇത് കേട്ടോ, നല്ല രസമല്ലേ? പാർട്ടി വെയർ ബ്ലൗസ് ആയിട്ട് സൂപ്പറായിട്ടോ, സൂപ്പർ. എന്താ പറയണ്ടേന്ന് അറിയത്തില്ല, അത്രയും നല്ലതാണ്. മൈ ഫേവററ്റ്. നിങ്ങളില്ലേ ഇൻഡിഗോ സാരി ഉണ്ടെങ്കിൽ ഇത് പുട്ടെടുത്തോ, അല്ലെങ്കിൽ ഇത് എടുത്തിട്ട് ഇൻഡിഗോ സാരി ഒരെണ്ണം എടുക്ക്. എന്നിട്ട് ഈ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ടേ, ഞാനതൊന്ന് കാണിക്കണ്ടായിരുന്നു. രസമല്ലേ? കണ്ണാടി പോയതന്നെ അങ്ങ് ആസ്വദിച്ചായിരിക്കും, അങ്ങോട്ട് മതിയാകുന്നില്ല. ഞാനില്ലേ ചുമ്മാ അടുപ്പിച്ചാട്ടോ, അകത്തും കടയ്ക്ക് പുറത്തുനിന്ന് അടുപ്പിച്ച് ചെയ്തുകൊണ്ട് ഈ സാരിയുടെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. ഇങ്ങനത്തെ സാരി ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ കടയിൽ ഇപ്പോൾ ഷോപ്പിൽ ഇപ്പോൾ ഈ കയ്യേലായിപ്പോയി, ഇപ്പോൾ ഇങ്ങനെ കാണിക്കും. ഇതുണ്ടോ, നല്ല രസമല്ലേ? അതിന് ഭയങ്കര മാച്ചിങ്ങാണ് ഈ സാരിക്ക് ഈ ബ്ലൗസ് ഇതുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഈ ബുട്ടായുണ്ട്, നമ്മളുടെ മൽമൽക്കോട്ടൻ്റെ സാരികളാണ് ഇങ്ങനെ ബുട്ടാണ്. ഞാനിതിപ്പോൾ ഓൺലൈനിൽ കാണിക്കുന്നതാണ് ഇപ്പോഴും. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം വന്നാൽ ഞാനിപ്പോൾ കാണിച്ചത്. ഇങ്ങനത്തെ സാരിയൊക്കെ കയ്യിലുള്ളവർ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാരിയും കൂടെ കൂട്ടിയൊക്കെ ഇത് ഇടണം. എന്നെ വെറൈറ്റി ലുക്കായിരിക്കും എന്നറിയാം. എന്താ സൂപ്പർ അല്ലേ? എന്താ നല്ല രസം. ഇങ്ങനെ ഇതുപോലെ സത്യം പറഞ്ഞ ഒരു അലസമായിട്ട് ഇടണം. നമ്മളതിനെ ഭയങ്കര, ഞാൻ പറയട്ടെ അങ്ങനെയാണ്, അതിൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. ഒരു ജീനിയസ് ലുക്കൊക്കെ കിട്ടുന്ന രീതിക്കുള്ള ഇതിൽ എന്നിട്ട് നല്ലൊരു റിങ്ങൊക്കെ ഇടണം, റിങ് കമ്മലൊക്കെ ഇടണം. ഇങ്ങനത്തെ ഒരു അലസം, പക്ഷെ ഭയങ്കര നമ്മൾ കെയർഫുൾ ആയിട്ട് ഇടണ്ടേ. കണ്ട അലസമായിട്ട് ഇട്ടേക്കുന്നേ ഉള്ളൂ. എന്ത് രസമാണോ. ഞാൻ ഇന്നലെ ഞാൻ എറണാകുളത്തിന് പോയിട്ട് വന്നപ്പോഴും കണ്ട കഴിഞ്ഞ ദിവസമേ ഞാൻ കണ്ടു കേട്ടോ, ഒരു പെൺകൊച്ച്, എനിക്ക് തോന്നുന്നു തൃപ്പൂണിത്തുറ മറ്റേ RLV കോളേജിലെ എല്ലാം പഠിക്കുന്നതായിരിക്കും. നല്ല ആ പ്രായമല്ലേ ഉള്ളൂ. നല്ല രസം കേട്ടോ. ഒരു സിമ്പിൾ പ്ലെയിൻ സാരി കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു ഒടുക്കൻ സാരി, എന്നിട്ട് ഇതുപോലത്തെ റെഡിമെയ്ഡ് ബ്ലൗസ് ഇട്ടിരിക്കുക. എന്ത് രസമാണ്. ഭയങ്കര ഓവർ സുന്ദരിയൊന്നുമല്ല, ഒരു 200 ഒക്കെ ഉള്ള നല്ലൊരു കൊച്ച്. ഞാൻ എന്നിട്ട് വണ്ടി ഇരുന്നത് ഇങ്ങനെ നോക്കി അതിൻ്റെ പോക്കാണ്. നല്ല രസം. ഇതിപ്പോൾ ഇനിയിപ്പോൾ വിഷു ഒക്കെ വരുമ്പോൾ നല്ലതാ. കേരള സാരിക്കൊക്കെ ഒത്തിരി നല്ലതാ. ക്രീം ഷെയ്ഡിൽ കൂടെ ഗോൾഡ് നിറച്ചാകുമ്പോൾ നല്ല സൂമം ചെയ്ത് കാണിച്ചു. ഗോൾഡിൻ്റെ ഇതൊന്ന് കാണണമെങ്കിൽ ഇത് നന്നായിട്ട് സ്ട്രെച്ച് ആകുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റഫ് മുമ്പത്തേതിനെ കഴിഞ്ഞും കുറേ ഇതുണ്ട്, നല്ലതായിട്ട് സ്ട്രെച്ച് ആകുന്നുണ്ട്. ഇത് ഞാൻ ഇങ്ങനെയൊക്കെ വലിയ ഇതൊക്കെ പറയുന്നു, പക്ഷെ എന്നെ കാണിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ റിട്ടേണും എക്സ്ചേഞ്ചും റീഫണ്ടും ഒന്നും ഇല്ല കേട്ടോ. തിരിച്ചെടുക്കൂലേ നിങ്ങൾ. ഇത് മറ്റേ മുമ്പ് ലണ്ടസിൻ്റെ ഇതേതാ, ഇതിൽ കൂടെ ഉള്ളതാണോ? ഒരിക്കും അല്ലേ? അഞ്ചെടുത്ത് വെച്ചാൽ സിൽവറും കഴിഞ്ഞ പ്രാവശ്യം സിൽവറിന് ഭയങ്കര ഡിമാൻഡായിരുന്നു എന്ന് പറയുന്നത്. സിൽവർ ഏറ്റവും സാധനം തീർന്നു പോയി. ഇതെന്നാന്ന് പറയാം, ഇതിപ്പം നമ്മുടെ വിഷു ഇതൊക്കെ വരുന്ന പ്രമാണിച്ച് ഇങ്ങനത്തെ സാരി, ഇങ്ങനത്തെ ഡിമാൻഡ് ഒത്തിരി വരുമല്ലോ. ഇത് ഫ്രീ സൈസാണ് കേട്ടോ, ഫ്രീ സൈസാണ്. ഞാൻ ഈ XXL വരെ ഉള്ളവരെ ഇടാവുള്ളൂ. അതായത് XXLും 46, 48 സൈസ് ഉള്ളവർക്കൊന്നും പറ്റത്തില്ലാത്തത് കൊണ്ടാണ് XXL വരെ ഒരു ബൗണ്ടറി വെച്ചിരിക്കുന്നത്. ഇത് സത്യത്തിൽ ഒറ്റ സൈസാണ്. നിങ്ങൾക്ക് ആ സൈസിൽ നിന്ന് XXLിൽ നിന്ന് താഴോട്ടുള്ള ആർക്ക് വേണമെങ്കിലും എടുക്കാം. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതുണ്ടല്ലോ, ഇതൊരു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിക്കാൻ വിട്ടുപോയത്. ബ്ലാക്കിന് ഒത്തിരി ആവശ്യക്കാരാ. ഇത് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എടുത്ത് വെച്ചിരുന്ന കാണിക്കാൻ വിട്ടുപോയി. ഇത് നേരത്തെ കാണിച്ചിട്ടുള്ള റീസ്റ്റോക്ക് വന്ന ബ്ലാക്കും ഗോൾഡും കൂടെ കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് ആയിട്ടുള്ള ഒരിത് നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള ഇതിൻ്റെ ഒത്തിരി കളറുകൾ, ബോട്ടിൽ ഗ്രീനും അതും ഇതും എല്ലാം കാണിച്ചിട്ടുള്ളതാണ്. അപ്പം ഒന്നും കൂടെ ഞാൻ പറയാം, XXL സൈസ് വരെ, ശരിക്കും പറഞ്ഞാൽ XXL സൈസ് വരെ ഉള്ളവർക്ക് പറ്റും. ഞാൻ XXL എന്നങ്ങ് പറയുന്നതേ ഉള്ളൂ. വരെയുള്ള ആർക്ക് വേണമെങ്കിലും, ചെറിയ മീഡിയോ, ലാർജോ, XLോ XXLോ ഏത് ഇതും കുർത്തി സൈസാണ്, ബ്രാ സൈസ് അല്ല. ബ്രാ സൈസ് 40 സൈസ് അല്ല, 44 സൈസും അല്ല. കുർത്തി സൈസ് അല്ലെങ്കിൽ ചുരിദാർ സൈസ്, ആ സൈസുള്ള ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഇത് ഒറ്റ സൈസേ ഉള്ളൂ നമ്മുടെ. ഇത് ഫ്രീ സൈസാണ്. ഈ സൈസ് വരെ ഉള്ളവരെ എടുക്കാവുള്ളൂ എന്നോർത്തിട്ടാണ് ഞാൻ ഈ ഒരു അളവ് പറയുന്നത് കേട്ടോ. പിന്നെ ഇത് ബനിയൻ മോഡലാണ്, സ്കിൻ ഫിറ്റ് ആണ്, നമ്മുടെ സ്കിന്നിനനുസരിച്ച് വരും. പിന്നെ ഒത്തിരി
സ്കെൽട്ടൻ മെലിഞ്ഞ ആൾക്കാരായിട്ടുള്ളവരുണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് സൈഡ് അടിച്ച് ഷേപ്പ് ചെയ്യേണ്ടി വരുമായിരിക്കും, അറിയത്തില്ല. നമുക്ക് ഒരൊന്നുമില്ല, സിമ്പിളായിട്ട് സാധാരണ മെഷീനിൽ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ഹോൾഡിങ്ങും ഇല്ല. ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് 5, 8, 10 എണ്ണത്തെ മേടിക്കുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് അയച്ചിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചാൽ ഞാൻ പിന്നീട് അങ്ങനെ ചെയ്യത്തില്ല, ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. ഞങ്ങൾ 5 മിനിറ്റ് കൂടുതൽ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല കേട്ടോ, അല്ലെങ്കിൽ മൊത്തം ചളമായി കുളവാകും. അപ്പം ഹാപ്പി സൺഡേ. താങ്ക് യു.